വയനാട് നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കപാതയ്ക്ക് അരികെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. ശക്തമായ മഴയെ തുടർന്ന് തുരങ്കപാതയ്ക്കരികെ മണ്ണിടിഞ്ഞത്. മണ്ണിനടിയിൽ ഒരാൾ പെട്ടു, അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ബാക്കിയുള്ളവരുണ്ടോ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. അത് കനത്ത മഴയും 3 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, 3 പേരെ രക്ഷപ്പെടുത്തി, കൂടുതൽ പേർ ഇല്ല എന്ന് കരുതാം അല്ലേ? ജോഷില, ഇപ്പോൾ മഴയുണ്ടോ അവിടെ ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത്? ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? 3 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം. അജിംഷാദ്, അല്പസമയം മുമ്പാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ മഴയുണ്ടായിരുന്നു. മഴ കഴിഞ്ഞ 3 ദിവസമായി മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാട് ജില്ലയിൽ. 3 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ 3 പേരും നേരത്തെ അവിടെ തുരങ്കപാതയുടെ പണി നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വാഹനത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ ഇതിൽ പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നു. എന്നാൽ കൂടുതൽ ആളുകൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഇതൊരു ജനവാസ മേഖലയല്ല, ഒരു വീടുണ്ട്. ആ വീടിന്റെ മതിലടക്കം ഈ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. എന്തായാലും തുരങ്കപാത പണി നടക്കുന്ന ഭാഗത്താണ്, കള്ളാടി മീനാക്ഷി പാലത്തിനടുത്താണ് ഇപ്പോൾ ശക്തമായ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. വാഹനങ്ങൾ ഇതിനടുത്ത് ടൂറിസ്റ്റുകൾ നിർത്തിയിട്ട വാഹനങ്ങൾ അടക്കം പോയിട്ട് ഈ മണ്ണൊലിക്കുമ്പോൾ അതിനൊപ്പം പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ NDRF സംഘം അത് വലിയ തോതിൽ ഇപ്പോൾ വയനാട് ജില്ലയിലില്ല. ആളുകളുടെ എണ്ണം കുറവാണ്, പരിമിതമാണ്. അതുകൊണ്ട് തന്നെ അവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജനങ്ങളാകെ തന്നെ, നാട്ടുകാരാകെ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. മറ്റാരെങ്കിലും ഇതിൽ പെട്ടിട്ടുണ്ടോ, മണ്ണിടിച്ചിൽ പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അജിംഷാദ്, തീർച്ചയായും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇത് ഏത് സമയത്താണ് ഇങ്ങനെ ഈ കോൺക്രീറ്റ് സ്ലാബാണോ ഇടിഞ്ഞു വീഴുന്നത്? മണ്ണിടിച്ചിൽ തുടങ്ങുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? അവിടുത്തെ ഭൂമിശാസ്ത്രപരമായി അതൊന്ന് വിവരിച്ചാൽ. കള്ളാടി പ്രദേശമാണ്. കള്ളാടി പ്രദേശത്ത് തുരങ്കപാത നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതിനടുത്തുള്ള ഭാഗത്താണ് മണ്ണ് ശക്തമായി ഒലിച്ചു പോയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ കൃത്യമായ ഉറവിടം എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. എന്നാൽ പോലും ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള മണ്ണൊഴുക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ശക്തമായ മണ്ണൊഴുക്കും അതുപോലെ തന്നെ അതിനടുത്തുള്ള കള്ളാടി പുഴയിൽ നിന്നുള്ള വെള്ളം ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അതായത് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കള്ളാടി പുഴയുടെ പുഴ കര കവിഞ്ഞൊഴുകുകയും അതിൻ്റെ ഭാഗമായി മണ്ണിടിച്ചിൽ സംഭവിക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് ഈ നിർമ്മാണത്തിലിരിക്കുന്ന കോൺക്രീറ്റ് സ്ലാബ് താഴേക്ക് നിലംപൊത്തുന്നത്. അതിനുള്ളിലാണ് തൊഴിലാളികളടക്കമുള്ളവർ കുടുങ്ങുന്നത് അല്ലേ? ഇങ്ങനെയാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ. അതിനടുത്ത് ഒരു വാഹനം നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുടെ വാഹനമാണ് എന്നാണ് പറയുന്നത്. ആ വാഹനത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മറ്റ് വാഹനങ്ങൾ, സന്ദർശകരുടെ വാഹനങ്ങൾ അതിനടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയും വന്നിട്ടില്ല ഇതുവരെ. കൂടുതൽ ആളുകൾ ഈ ഒഴുക്കിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ തന്നെ, അതുപോലെ തന്നെ NDRF സംഘവും ജനങ്ങളും ഒക്കെ തന്നെ തിരച്ചിൽ തുടരുകയാണ്. എന്തായാലും 3 പേരെ ഈ മണ്ണിടിച്ചിലിനിടയിൽപ്പെട്ട 3 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അജിംഷാദ്, തീർച്ചയായും കൂടുതൽ പേർ പെട്ടിട്ടുണ്ടോ എന്നത് അറിയാനുള്ള തെരച്ചിലും പുരോഗമിക്കുന്നു. 3 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് അറിയാനാകുന്നത്. അവരെ രക്ഷപ്പെടുത്താനായി എന്നുള്ളതാണ് വലിയ ആശ്വാസം. കൂടുതൽ പേരുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതായത് ജോഷില, ഇത്തരത്തിൽ മഴയുള്ള ഒരു സാഹചര്യം, ഋജുവായ മണ്ണാണ്. സ്വാഭാവികമായും അവിടെ വരുത്തേണ്ട, ഈ നിർമ്മാണ പ്രവൃത്തിയിൽ ഇരിക്കുമ്പോൾ വരുത്തേണ്ട ക്രമീകരണങ്ങളുണ്ട്. ഇതൊക്കെ പാലിക്കാതെയാണോ തുടർന്നതെന്നൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ആൾക്കാർ പെട്ടിട്ടുണ്ടോ എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട തെരച്ചിലിൻ്റെ അവസ്ഥയുമാണ്, ആ സാഹചര്യമാണ്. കാരണം നമ്മളെ ഭയപ്പെടുത്തുന്നത്, വയനാട്ടിനെ സംബന്ധിച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്നത് മുൻകാലങ്ങളിലുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ വരുമ്പോൾ തന്നെ നമ്മെ വയനാടുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടുത്തുന്നത്. പക്ഷേ അത്തരത്തിലൊരു ഭീകരമായ സാഹചര്യം ഇപ്പോഴില്ല എന്ന് പറയാം അല്ലേ ജോഷില? തീർച്ചയായും അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് മാത്രമല്ല, ഒരു ജനവാസ മേഖലയല്ല. അവിടെ ഒറ്റപ്പെട്ട 1-2 വീടുകൾ മാത്രമേ ഈ കള്ളാടി പ്രദേശത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയേറെ ഭയപ്പെടേണ്ട കാര്യങ്ങൾ ഇല്ല. എന്നാൽ പോലും ഇതിനിടയിൽ ഈ തൊഴിലാളികൾ ആരെങ്കിലും പെട്ടോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ജീവൻ ഒന്നാണെങ്കിലും അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തൊഴിലാളികൾ ആരെങ്കിലും ഇതിനിടയിൽ പെട്ടോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അത് കൊണ്ടാണ് തന്നെയാണ് ആളുകൾ തിരച്ചിൽ നടത്തിയതും
മൂന്ന് പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബസ്, ആ ബസ്സിൽ ഈ തൊഴിലാളികളുടെ ബസ്സാണ്, അതിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരച്ചിൽ വളരെ അതാണ് ഈ തൊഴിലാളികളുടെ എണ്ണം അവിടെ നിർമ്മാണത്തിൽ ഇരിക്കുന്നതായതുകൊണ്ട് സ്വാഭാവികമായും കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ കൃത്യമായി അറിയാനാകും എത്ര പേരാണ് അവിടെ ഉണ്ടായിരുന്നത്, എത്ര പേരെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് 3 പേരിൽ കൂടുതൽ, ഈ രക്ഷപ്പെടുത്തിയ 3 പേരിൽ കൂടുതൽ ഉണ്ടോ എന്നൊക്കെ കൃത്യമായ കണക്ക് ലഭിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു പരിശോധനകൾക്ക് പോകാനാകില്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഈ NDRF സംഘമൊക്കെ വലിയ തീവ്രമായ പരിശോധനയിലാണ് അവിടെ, അല്ലേ? തീർച്ചയായും ഇപ്പോൾ അങ്ങനെ ഒരു കണക്കെടുപ്പിനുള്ള സമയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും തിരച്ചിലാണ്. അതിനിടയിൽപ്പെട്ട ആളുകളെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. എന്തായാലും തിരച്ചിൽ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം തന്നെ അവർക്ക് മുൻ പരിചയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. 3 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമായ കാര്യമാണ് അജിംഷാദ്. തീർച്ചയായും, കാരണം ഈ വളരെ ഭീകരമായൊരു സാഹചര്യമായിരുന്നു. കാരണം ആ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഈ കള്ളാടിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു, മണ്ണിടിച്ചിൽ സ്വാഭാവികമായി വലിയ അർത്ഥത്തിൽ തന്നെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് തുരങ്ക നിർമ്മാണത്തിലിരുന്ന തുരങ്കം ഇടിഞ്ഞു വീഴുന്നത്. ആ കോൺക്രീറ്റ് പാളിയിൽ അടിയിൽ തൊഴിലാളികളടക്കമുള്ളവർ പെടുന്നത്. 3 പേരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. കൂടുതൽ പേർക്കായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ മണ്ണിടിച്ചിൽ സംഭവിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അവിടുത്തെ സാഹചര്യമുള്ള ദൃശ്യങ്ങൾ കൂടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് നൽകാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ആ മുൻകാലത്തെ ദൃശ്യങ്ങളും ഇപ്പോൾ സംഭവിച്ചതിന് ശേഷമുള്ള, ഈ മണ്ണിടിച്ചിൽ നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളും പരിശോധിക്കുമ്പോൾ വലിയ അർത്ഥത്തിലുള്ള അന്തരമുണ്ട്. കാരണം അത്ര ഭീകരമായൊരു മണ്ണിടിച്ചിൽ തന്നെയാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ജനവാസ മേഖലയല്ല, തൊഴിലാളികൾ മാത്രം ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചെറിയ അപകടത്തിൽ മാത്രം ഈ കാര്യങ്ങൾ ഒതുങ്ങിയത്. ജോഷില, അല്ലേ? തീർച്ചയായും ജനവാസ മേഖലയല്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരം. മേപ്പാടിയിൽ നിന്നും ചൂരന്മലയ്ക്ക് പോകുന്ന വഴിയാണ്. എന്നാൽ അവിടെ 900 കണ്ടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. വിനോദസഞ്ചാരികൾ പൊതുവെ മഴക്കാലമായതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ എണ്ണം കുറവാണ് എന്നുള്ളതും വളരെ ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ ചിലരൊക്കെ ഇപ്പോഴും 900 കണ്ടിയിലും അതുപോലെ തന്നെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കാനായി എത്തിച്ചേരുന്നുണ്ട്, കാണാനായി എത്തിച്ചേരുന്നുണ്ട്. ഇവരാരെങ്കിലും അവിടെ തമ്പടിച്ചിരുന്നോ, ഈ തുരങ്കപാതയുടെ നിർമ്മാണം കാണാൻ നിർത്തിയിട്ടിരുന്നോ എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കുറച്ചുപേർ അവിടെ ജോഷില ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടിയന്തരമായി ടി സിദ്ദീഖ് അടക്കമുള്ളവരുമായി, ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരടക്കമുള്ളവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, റവന്യൂ മന്ത്രി AP അനിൽകുമാറിനോടും കൃഷി മന്ത്രിയോടും ടി സിദ്ദീഖിനോടും ഒക്കെ വയനാട്ടിലേക്ക് നിർദ്ദേശിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള പുതിയ തീരുമാനങ്ങൾ വരികയാണ്.